ഹായ്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയി വന്നിട്ടുണ്ടേ. അപ്പം നമ്മളുള്ളത് കണ്ണൂരിലെ പോലീസ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന ഓണം ട്രേഡ് ഫെയർ കാണാൻ വേണ്ടി വന്നതാണേ. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 150 രൂപയാണേ. അതുപോലെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 3 മണി മുതൽ 10 മണി വരെയും, പിന്നെ ഹോളിഡേയ്സിലാണെങ്കിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെയാണേ. ചിൽഡ്രൻസ് പാർക്ക് മുതൽ സ്കൈ ഡൈനിങ് വരെ ഉണ്ട്. പിന്നെ 1 അല്ല 2 അല്ല 5 ലക്ഷം പൂക്കൾ കൊണ്ട് തീർത്ത മനോഹരമായ ഒരു വിസ്മയ ലോകത്തിലേക്കാണ് കേട്ടോ ഇവർ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ കാണുന്ന പൂക്കൾ മൊത്തം പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നമുക്കതിൽ ശരിക്കും ഒരു ഒറിജിനൽ പൂക്കൾ അതേ ഫീൽ തന്നെ തരുന്നുണ്ട്. നമ്മളൊരു 5:30 എല്ലാം ആകുമ്പോഴത്തേക്കാണേ പോയിട്ടുണ്ടായിനി. നല്ല തിരക്കുണ്ടായിനി അന്നേരമെല്ലാം. നമുക്ക് ഫോട്ടോസ് എടുക്കാനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വീഡിയോസിനായാലും ഒരുപാട് നല്ല ഫ്രെയിംസ് ഇതിലുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോയും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ഈ ഹൊറർ ഹൗസിനെ കുറിച്ച് പറയാണ്ട് നിൽക്കാനേ കഴിയില്ല കേട്ടോ. കാരണം അത്രക്കും എന്താ പറയണ്ടത്, ഭയങ്കര പേടിപ്പിക്കുന്ന തരത്തിലാണ്. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ പേടിയായിനി. പിന്നെ അമ്പടും പറഞ്ഞു വാ പോകാമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടാക്കുന്നതേ ഉണ്ടായിനി. ഹൊറർ ഹൗസ് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോയത് ഒരു പെറ്റ് സ്റ്റേഷൻ പോലത്തെ ഒരു ഓപ്പൺ സ്പേസിലേക്കാണേ. അവിടെ ബേർഡ്സിനെ എല്ലാത്തിനും ഇങ്ങനെ ഓപ്പൺ സ്പേസിലിട്ടിട്ടാണ് ഉള്ളത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ട് പോലുള്ള അടുത്തേക്കാണ് പോയത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്യാനും പിന്നെ ഒരുപാട് ഇതുപോലത്തെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങേണ്ട. ഏതാ എടുക്കേണ്ടതെന്ന് തിരിയില്ല കേട്ടോ. അത്രയ്ക്ക് കൺഫ്യൂഷനായി പോകും. അത്രയ്ക്ക് ഒരുപാട് സാധനങ്ങൾ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെയുള്ള ടണൽ ഇല്യൂഷനും 3D ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. കാരണം അമ്പടോ ഉള്ളതുകൊണ്ട് അവൻ സീനാക്കുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറിയിട്ടില്ലേ.
ഇങ്ങനെ ഫുഡ് കോർട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വിചാരിക്കുകയും നമുക്ക് പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ അവസാനം ഇപ്പോൾ ഇതിൽ തന്നെ എത്തി നിൽക്കും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? അന്നേരമാണ് അമ്പൂട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കടല മതി എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ കടലയും വാങ്ങിച്ചു കൊടുത്തു. നമ്മളങ്ങനെ നേരെ നടക്കുന്നതാണേ. പിന്നെയുള്ളത് ഗെയിം സെക്ഷനും പിന്നെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോന്ന് കയറുന്നതായിട്ടുള്ള കുറച്ച് ട്രേഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഒരു 2-3 കയറി. പിന്നെ അമ്പൂട് പറഞ്ഞാൽ തീവണ്ടിയിലും കൂടി കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീവണ്ടിയിലും കൂടി കയറി. ഇങ്ങനെ കയറുന്നതിനൊക്കെ ഓരോരോ റേറ്റാണേ. ഇപ്പോൾ ഇവിടെ സ്കൈ ഡൈനിങ് ഒക്കെ സെറ്റായി നിൽക്കുന്നുണ്ട്. ആകാശത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. നമ്മളതിലൊന്നും കയറിയില്ല. പിന്നെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഹാപ്പി ഓണം.